ഹലോ, അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാലക് പനീർ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. പാലക്ക് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാന് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാന് നന്നായി ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ബട്ടർ യൂസ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ജീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി മതി, ഇഞ്ചി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 3 അല്ലി വെളുത്തുള്ളി നന്നായി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ജീരകമൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു വലിയ സവാളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 100 ഗ്രാം പനീറേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള മതിയാവും. അതിതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ പച്ചമുളക് 2 ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ 2 മതിയാവും. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ കുറച്ചെടുക്കാം. അതും കൂടി ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം തന്നെ. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മതിയാവും. അപ്പോൾ പൊടിയും കൂടി ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പാലക്കാണ്. പാലക്ക് ഇതുപോലെ വേവിച്ച് പേസ്റ്റാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. പാലക്കിൻ്റെ ലീഫ് നമ്മൾ വെള്ളം തിളക്കുന്നതിലോട്ട് ഇട്ടിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ആ തിളച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് നമ്മളതെടുത്ത് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റുക. എന്നിട്ട് വെള്ളം കളഞ്ഞ് നന്നായിട്ടൊന്ന് ജ്യൂസ് മെഷീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിലോട്ട് അപ്പം തന്നെ ഇടണം. അപ്പോൾ ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ പാലക്കും ചേർത്തിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണിത്. ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചതാണിത്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചേർക്കുന്ന സമയത്താണ് നമ്മൾ ഈ ദാബയെന്നൊക്കെ കഴിക്കുന്ന ആ ഒരു പനീറിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു മണവും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ജീരകം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പനീറാണ്. അപ്പോൾ പാലക്ക് ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലക്ക് ചേർത്തതിന് ശേഷം അധികം നേരം വെച്ച് തിളപ്പിക്കരുത്, ആ ഒരു കളറ് പോവും. നമ്മൾ ഈ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിനൊക്കെ കഴിക്കുന്ന സമയത്ത് കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നല്ല ഗ്രീൻ കളറിലാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അധികം കുക്ക് ചെയ്യാതെ ആ ഒരു കളറ് പോവാതെ നമുക്ക് എത്രയും പെട്ടെന്ന് പനീറും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പനീർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നുള്ള് ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ക്രീമും കൂടി ചേർത്തപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ടുണ്ട്.
അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അധികം നേരം വെച്ച് തിളപ്പിക്കരുത്, ആ ഒരു കളറ് പോവും. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ റൊട്ടിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്